ഒരു ഫേമസ് ഫ്രേസാണ് ഫെറാറി ബ്രെയിൻ വിത്ത് ബൈസിക്കിൾ ബ്രേക്സ് എന്ന് പറയുന്നത്. അറ്റൻഷൻ കുറവല്ല ADHDസിനുള്ള, അറ്റൻഷൻ കൂടുതലാണ്, ഹൈപ്പർ ഫോക്കസ് ആണ്. എവിടേക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളടത്ത് കൺട്രോൾ ഇല്ല, റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല സെൽഫിന്. ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിൽക്കണ്. ഒരു പർട്ടിക്കുലർ പരിപാടികളിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഭയങ്കര ആത്മാർത്ഥത കാണിച്ച് അതിന്റെ ഒരു ഓൾ ഇൻ ഓൾ പ്ലാൻ നമുക്കറിയാം. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് മാറും. ഈ ക്ലബ് ഹൗസ് ഒക്കെ വന്ന സമയത്ത് FM റേഡിയോ പോലെയുള്ള 24 hour റണ്ണിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്, നല്ല രസമുണ്ട്. അപ്പൊ ഞാനും കയറി ചെന്നു. എനിക്ക് ഇവിടെ അതിന്റെ ഒരു ഹോസ്റ്റായിട്ട് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു. അവർ ചെറിയ ഓഡിഷൻ പോലെ ജസ്റ്റ് കുറച്ച് പേര് ചോദിച്ചു. പറ്റും. ചെന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു ഗ്രാൻഡർ പ്ലാൻ ഉണ്ട്, ശരിക്കൊരു പ്രോപ്പർ FM സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ക്ലബ് ഹൗസിലല്ലാതെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇനീഷ്യൽ ഇതെന്നുള്ള രീതിയിലാണ് അവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രൈ നോക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാനത് അങ്ങോട്ട് മനസ്സ് ആവാഹിച്ചെടുത്ത്. സംസാരിക്കാൻ എനിക്ക് എപ്പോഴും താല്പര്യമാണ്, കഥ പറയാനും താല്പര്യമുള്ളതാണ്. നല്ലൊരു പ്ലാറ്റ്ഫോമും കിട്ടി. എവിടെയും പോകണ്ട, വീട്ടിലിരിക്കാം. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എപ്പോഴാണ് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി. ഫുൾ ഗ്രാൻഡർ പ്ലാൻ ഇവരുണ്ടാക്കുന്നതിൻ്റെ വലിയ പ്ലാനുകൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ആ പ്ലാനിനനുസരിച്ച് ആൾക്കാർ ഒപ്പമുള്ളവർ എത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഞാൻ എത്തിക്കാൻ വേണ്ടി എൻ്റെ ഡെസ്പറേറ്റ് ശ്രമങ്ങൾ തുടങ്ങി. അവിടെ വെച്ച് അത് പൊളിയും. നമ്മൾ കൂടെയുള്ളവരെ എപ്പോഴും ഭയങ്കര പല കാര്യങ്ങൾക്ക് വേണ്ടി ഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയാൽ അത് അവരുടെ ആ ഒരു ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ FMന്റെ ഒരു പ്രോഗ്രാം അവിടെ നിന്നുപോയി. നെക്സ്റ്റ് അടുത്ത പരിപാടി പിടിച്ചു. കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും. നാട്ടിൽ വേറെ പരിപാടി പിടിക്കും, ഒരു ക്ലബ്ബും അതിൻ്റെ പരിപാടികളും ടൂർണമെൻറ്റും അങ്ങനെയുള്ള പരിപാടികളിലായി കൂടുതൽ. അതും കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. എന്നൊരു ടീം നമുക്ക് ഉണ്ടാക്കണം, ടൂർണമെൻറ്റുകൾ കളിക്കാൻ പറ്റണം. അതായി അടുത്ത താല്പര്യം. അതും ഇതുപോലെ അവർക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് അതെങ്ങും എത്താതെ പോയി വീണ്ടും അതിൻ്റെ പേരിൽ ഫോളോ ഔട്ട്. എവിടത്തെ കാര്യങ്ങൾ